വസിച്ചിരുന്ന റൂമാണിത്. ഇവിടുത്തെ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും എല്ലാം മറ്റു മന്ദിരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ദിവ്യമാതാവ് ഇവിടെ വരുമ്പോൾ 10 രൂപയ്ക്കെങ്കിലും പിച്ചിപ്പൂ വാങ്ങി ഗുരുദേവന്റെ ഫോട്ടോയിലിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിന്റെ ബാക്കി ഭാഗമായിട്ടാണ് പുഷ്പാർച്ചന ഇവിടെ ഇന്ന് സ്ഥിരമായി നടക്കുന്നത്. ദിവ്യമാതാവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയായിരുന്നു കൊളുന്ത്. തോവാള പച്ചില എന്നൊക്കെ എന്നറിയപ്പെടുന്നു. അന്ന് പൂ വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലായിരുന്ന വിശ്വാസികൾ കൊളുന്ത് മാത്രം വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. അത്ര വിശ്വാസത്തിന്റെ ഒരു ഉറവിടമായിരുന്നു ഇവിടം.